നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കലയും കലാരൂപങ്ങളുമായി പ്രതിഭകളുടെ നിറഞ്ഞാട്ടം. എലാരിസ് 2K26 സ്കൂൾ വാർഷികം വർണ്ണാഭമായി അവസാനിച്ചു. തിരൂർ പരന്നേക്കാട് JM-LP സ്കൂളിന്റെ 42ാമത് വാർഷികാഘോഷം എലാരിസ് 2K26 തിരൂർ നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ജേതാവും ദർശന TV ഫെയിം യാസീൻ കുണ്ടൂർക്കുന്ന് മുഖ്യാതിഥിയായി. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുസലാം KP അധ്യക്ഷത വഹിച്ചു. ചിറക് കയ്യെഴുത്തു മാഗസിൻ പ്രകാശന കർമ്മം തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ് നിർവഹിച്ചു. 2B ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കി ഫാത്തിമ നിദ പുറത്തിറക്കിയ ഓർമ്മച്ചെപ്പ് സംയുക്ത ഡയറി പ്രകാശനം സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് കൈനിക്കര നിർവഹിച്ചു. തുടർന്ന് വാർഡ് കൗൺസിലർ KP ശ്രീരാഗ്, JM കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ P, JM കമ്മിറ്റി സെക്രട്ടറിയും തിരൂർ നഗരസഭാ കൗൺസിലറുമായ ഏനുദ്ദീൻകുട്ടി, JM കമ്മിറ്റി ട്രഷറർ സൈനുദ്ദീൻ മുണ്ടേക്കാട്ട്, JM കമ്മിറ്റി മെമ്പർ മനാഫ് VP, ജൗഹർ C, JM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ റാസിഖ്, JM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അബാക്കസ് ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷെസൻ, 2ാം സ്ഥാനം നേടിയ അമ്മാർ, ബെസ്റ്റ് പെർഫോമർ അഹമ്മദ് ബിൻ ഫൈസൽ എന്നിവരെയും ഓർച്ചാഡ് സ്റ്റേറ്റ് സ്കോളർഷിപ്പ് എക്സാം റാങ്ക് കരസ്ഥമാക്കിയ കുട്ടികളെയും മറ്റു പഠന പാഠ്യേതര രംഗത്ത് മികവ് കരസ്ഥമാക്കിയ കുട്ടികളെയും സബ് ജില്ലാതല സംഘനൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ച സൗമ്യ ടീച്ചർ, മുഖ്യാതിഥി യാസീൻ കുണ്ടൂർക്കുന്ന്, മുൻ വാർഡ് കൗൺസിലർ സജ്ന അൻസാർ, അബാക്കസ് പരിശീലക ഷംന എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ അഷ്റഫ് കൈനിക്കര, ഹംസ ഹാജി എന്നിവർ സന്നിഹിതരായി. സ്കൂൾ പ്രധാനാധ്യാപിക KP സുബൈദ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി ശിവൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ജേതാവും മുഖ്യാതിഥിയുമായ യാസീർ കുണ്ടൂർക്കുന്ന് തന്റെ മധുര ശബ്ദത്തിലൂടെ ശ്രോതാക്കളുടെയും കുട്ടികളുടെയും മനം കവർന്നു. തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. എലാരിസ് 2K26 സ്കൂൾ വാർഷികത്തിന് PTA പ്രസിഡന്റ് അബ്ദുസലാം KP, പ്രധാനാധ്യാപിക KP സുബൈദ, PTA വൈസ് പ്രസിഡന്റ് സൽമാൻ PV, MTA പ്രസിഡന്റ് ഫസീഹ KP, SMC ചെയർപേഴ്സൺ റുക്സാന നിസാർ, പ്രോഗ്രാം കൺവീനർ ജാസ്മി, SRG കൺവീനർ ആയിഷക്കുട്ടി, സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി, അധ്യാപകരായ റജീന, മുഹ്സിൻ, സഫീദ, രശ്മി, റെയ്ഹാനത്ത്, ഹസീന, സഫ്ന, നിമ്യ, താഹിറ, ഷബ്ന, സഫിയ, മുംതാസ്, അമ്പിളി, മുൻഷിറ, ഹഫ്സത്ത്, ആരിഫ, നദ നാസർ, ഷംന, ജംഷീർ രണ്ടത്താണി എന്നിവർ നേതൃത്വം നൽകി. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ് സ്വാഗതം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം വിദ്യാലയത്തെ നടത്തിയ അക്കാദമിക പ്രവർത്തനങ്ങളുടെയും കായിക സാംസ്കാരിക നേട്ടങ്ങളും കുട്ടികളുടെ കഴിവുകളും സൃഷ്ടിപരതയും ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. കുട്ടിയുടെ സമഗ്ര വികസനത്തിനായി അധ്യാപകരും രക്ഷിതാക്കളും PTAയും മാനേജ്മെന്റ് കമ്മിറ്റിയും ഒരുമിച്ച് കൈകോർത്തതിൻ്റെ ഒരു പരിണാമ ഫലമാണ് ഇന്ന് കാണുന്ന ഈ വാർഷികത്തിന്റെ ഈ വേദി. എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാപനത്തിന്റെ വാർഷികം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. എലാരിസ് 2K26 എന്ന പേരിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പൂർവികരായ ഒരുപാട് ആളുകൾ അവരുടെ പരിശ്രമഫലമാണ് ഈ സ്ഥാപനവും നമുക്ക് ഇങ്ങനെ പഠിക്കാനുള്ളൊരു സൗകര്യവും വന്നത്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ സ്ഥാപനം തന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ലൊരു ടീച്ചേഴ്സ്, അതിൻ്റെ ബിൽഡിങ് മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി അത് കിട്ടേണ്ടത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം. അത് ഉൾക്കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുക, നന്നായി പഠിക്കുക. ഈ തിരൂർ ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി വിദ്യാലയത്തെ മാറ്റാൻ സാധിക്കും. എല്ലാ കുട്ടികളും മികവുള്ള, എല്ലാ ശേഷിയും നേടിയ, എല്ലാ തരത്തിലും എല്ലാത്തരം കഴിവുകളുമുള്ള കുട്ടികളാക്കി നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളെ മാറ്റാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വിദ്യാലയം ഏറ്റവും മികച്ച വിദ്യാലയം മാറുക.
ഒരു വിദ്യാലയം മികച്ചതാവുക ആ വിദ്യാലയത്തിന്റെ കെട്ടിടത്തിന്റെ ഭംഗി കൊണ്ടല്ല, അതല്ലെങ്കിൽ ആ വിദ്യാലയത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടല്ല. ഒരു വിദ്യാലയം മികച്ച വിദ്യാലയമാണ്, മികച്ച സ്കൂളാണ് എന്ന് പറയണമെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളൊക്കെ മികച്ച കുട്ടികളാവണം, മികവ് തെളിയിച്ചവരാവണം, അക്കാദമിക രംഗത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാവണം, ശാസ്ത്രമേഖലയിൽ നന്നായി ഇടപെടുന്നവരാകണം, കലാരംഗത്ത് നല്ല മികവുള്ളവരാകണം, കായിക രംഗത്ത് നല്ല മികവുള്ളവരാകണം. അതൊക്കെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ മക്കളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം, അവർക്ക് നൽകുന്ന അച്ചടക്കം, അവരുടെ ഡിസിപ്ലിൻ, ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല അച്ചടക്കത്തോടു കൂടി ഒരു കൂട്ടം സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കാരണം വളരെ കുറച്ച് വൈകി, കാരണം വിവിധ പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ് വൈകിയത്. പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. ഇതിനു മുമ്പ് തന്നെ 1-2 ആനിവേഴ്സറി പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വലിയ മനോഹരമായ ഒരു രസം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ കൂടെ അന്ന് ഇവിടെ പിന്നെ ക്ഷണിച്ച പ്രതിനിധി ഒരു സീരിയൽ ആക്ടറായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോഴേ ഈ ആക്ടറാണെന്ന് കരുതിയിട്ട് മാലിൻ ഇവര് കൊടുത്ത പടക്കൊക്കെ എന്റെ മേത്തൊക്കെ പൊട്ടിച്ചു. അവസാനം ആക്ടർ വന്നപ്പോ ഇവർക്ക് ഒന്നുകൂടാൻ സാധനം ഉണ്ടായില്ല. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഒരു ആനിവേഴ്സറിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും നിങ്ങളൊക്കെ കണ്ട് വളരെ നമ്മളെ മക്കളെ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ അത്തരം അനാചാരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു കൂട്ടം സമൂഹം നമ്മളുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മക്കളെ അച്ചടക്കത്തോടു കൂടി വാർത്തെടുക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഭൗതികമായും ആത്മീയമായുമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവും വളരെ ആത്മാർത്ഥതയോടുകൂടി സൂക്ഷിക്കണമെന്നും നമ്മളുടെ മക്കളുടെ അവര് ഇപ്പൊ ഈ മൊബൈൽ ഫോൺ കാലഘട്ടമാണ്, അവർക്ക് അത്ര ഫോണുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ പിന്നെ ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കാതെ അവർക്ക് കൊടുക്കുന്ന ഫോണും കാര്യങ്ങളൊക്കെ അതിലൊക്കെ വളരെ ഒരു കൺട്രോൾ വരുത്തുക. നമ്മളെ മക്കള് തന്നെ അവരുടെ പഠനം പൂർത്തിയായതിനു ശേഷം അവരെന്താ വേണ്ടത് ഉപയോഗിക്കാം. അത്രയും കുട്ടികളുടെ ബ്രെയിന് ഇപ്പോ ഡോക്ടേഴ്സ് ഒക്കെ പ്രത്യേകമായി കണ്ടുപിടിക്കുന്ന ബ്രെയിന് അവരുടെ നമുക്ക് എന്തിനും ഒരു തുടക്കം മുതൽ അവരുടെ അവസാനം വരെ അതിന്റെ കാലയളവുകളുണ്ട്. ഒരു വാഹനമാണെങ്കിലും എന്തിനും ഒരു കാലയളവുകളുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ പ്രതീക്ഷം നമുക്ക് ഊർജ്ജത നമുക്ക് വയസ്സാവുമ്പോൾ ഉണ്ടാവില്ല, അതേപോലെ തന്നെ നമ്മളുടെ ഓരോ അവയവങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പകാലത്ത്. ഇപ്പോ 1 വയസ്സ് പ്രായമുള്ള കുട്ടി പോലും ഈ മൊബൈലിൽ തോണ്ടാനും അതിന്റെ സംവിധാനങ്ങളും പഠിച്ച കുട്ടികളാണ്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. പഠിക്കുന്ന കാലത്ത് കുട്ടികളെ ആത്മാർത്ഥമായി ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. കാരണം ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് 34 വർഷമായി. ചെറിയ ഒരു ഇത്തരം ഉണ്ടായിരുന്നതിന്റെ ഭാഗപ്പെട്ട കുറച്ച് ചെറിയൊരു സ്ഥലം ഉണ്ടായിട്ട് ചിലർത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇതിന്റെ ഒരു മുതലാളിമാരുണ്ട് കോട്ടയ്ക്കൽ, അവരെ ഇരുന്ന് പോയിട്ട് ഞങ്ങള് ഒരു 5-6 ആളിൽ പോയിട്ട് അയാളോട് ഇത് കുറച്ച് സ്ഥലം അഭ്യർത്ഥിച്ച് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു വാപ്പാനോട് ചോദിക്കണം. അങ്ങനെ വാപ്പ നമുക്ക് മമ്മൂട്ടിയാജി എന്ന് പറഞ്ഞ ആളായിരുന്നു, മൂപ്പര് പറഞ്ഞ് തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇയാളെ പോയി തന്നെ കണ്ട്, കുഞ്ഞാപ്പോജി എന്ന് പറഞ്ഞ ഇയാളെ മകനെ കണ്ട്. അങ്ങനെ ഞങ്ങള് കുറച്ച് ആൾക്കാരെ പേരൊന്നും ഇവിടെ പറയുന്നുണ്ട്, അവൻ ശ്രദ്ധിക്കങ്ങള്. പിന്നെ ആദ്യമായിട്ട് അബുഹാജി എന്ന് പറഞ്ഞ ഒരാളാണ്, നമ്മളെ ഇതിന്റെ ഒരാളാണ്. പിന്നെ ബീരാൻകുട്ടിയാജി പിന്നെ AK ഹംസാജി, പിന്നെ കുഞ്ഞാപ്പുഹാജി മുണ്ടേക്കാട്ട്, പിന്നെ നമ്മളെ ഇവന്റെ ഉപ്പയാണ് ഷൈനുദ്ദീന്റെ, പിന്നെ സെയ്ദ് മാസ്റ്റർ നമ്മളെ പഴയ ആള്, പിന്നെ ഹംസ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മുളിയത്തിൽ, പിന്നെ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. പിന്നെ ഉണ്ണിയേട്ടൻ കൈനിക്കര എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ അഷറഫ് കൈനിക്കര, പിന്നെ കൈനിക്കര മുഹമ്മദ് കുട്ടി എന്ന ഷാഫി. ഇങ്ങനെ ഇത്രയും ആൾക്കാരാണ് ഇതിന്റെ തുടക്കം. ഒരു 10-34 കൊല്ലം മുമ്പ് ഇത്രയും ആൾക്കാരെ വെച്ചിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാരെ കൂട്ടും ചെയ്ത്, കുറെ ആൾക്കാർ സന്നദ്ധമായിട്ട് ഇത് വരും ചെയ്ത്, അങ്ങനെ ഒക്കെ പാടെ ഉണ്ടായ സ്ഥാപനമാണെന്ന് പറയാം. ഇന്ന് വലിയൊരു സ്ഥാപനമായിട്ട് മാറി. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ സ്ഥലമുണ്ട്, ഇതിന്റെ താഴെ നമുക്ക് 2 ഏക്കർ സ്ഥലം വേറെ ഉണ്ട്.
അവിടെ കോളേജ് നടത്തുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഒരു 4-6 ഏക്കർ സ്ഥലമുണ്ട്. അത് നമ്മൾ വലിയൊരു ഇത് കണ്ടതാണ്. അപ്പം അതിന് ചെറിയ തടസ്സം വന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മന്ത്രിസഭയിൽ ഇപ്പം നമ്മളെ മുനിസിപ്പൽ ഈ കൗൺസിലിൽ മിക്കവാറും നമ്മളത് ശരിയാവുമെന്ന് നമ്മൾ ആകാംക്ഷിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ നടന്നു സംസാരിക്കുന്നതിനായി തിരൂർ നഗരസഭയുടെ കൗൺസിലറും ജയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള എഴുതിൻകുട്ടി എന്ന കുഞ്ഞിപ്പ വന്ന് ഈ ഘട്ടമായപ്പോഴേക്കും ഇതിന്റെ എല്ലാ അവസ്ഥകളും പിന്നെ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ബാബുരാജ് സാർ ഈ കൊച്ചു അടുത്ത കാലഘട്ടത്തിൽ, കാരണം 100-125 വർഷങ്ങൾക്കപ്പുറമുള്ള സ്കൂളെ അപേക്ഷിച്ചിട്ട് ജയം സ്ഥാപനം വന്നും അതിന്റെ ഉയർച്ചയെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആ പ്രത്യേക അതിന് കൃത്യ രേഖപ്പെടുത്തുകയാണ്. എന്തൊക്കെയായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനവും ഇപ്പൊ നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ഈ കമ്മിറ്റിക്ക് അഭിമാനമുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലൊന്നും ഒരു പോരായ്മകളോ മറ്റോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങളോ മറ്റോ ഒന്നും ഇന്ന് വരെ ഈ കമ്മിറ്റിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു വലിയ വിജയമാണ്. നമ്മളെ കാരണവർമാരായിട്ടുള്ള ആളുകൾ ഇതിന് പണിയെടുത്തത് ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. നല്ലൊരു ഉത്തമമായ ഒരു സമുദായത്തിന് ഒരു വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് നിങ്ങളെല്ലാവരും സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും ആശംസ നിർത്തുന്നു. അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും PTA-യുടെയും സമർപ്പണവും രക്ഷിതാക്കളുടെ പിന്തുണയും കുട്ടികളുടെ നിരന്തരമായ പരിശ്രമത്തിനും ഫലമായിട്ടുള്ള നമ്മുടെ JMLP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ മനോഹരമായ ഈ വേദിയിൽ അതേപോലെ തന്നെ ഈ ഒരു സദസ്സും തിങ്ങി നിറഞ്ഞ സദസ്സും നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മനോഹരമായിട്ടുള്ള പരിപാടികളാണ് കാണുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് നീണ്ടൊരു പ്രസംഗം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായത് കൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പരന്നേക്കാട് JMLP സ്കൂളിന്റെ 42ാം വാർഷിക ദിനാഘോഷത്തിന്റെ ധന്യമുഹൂർത്തത്തിൽ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്റെ പദവിയുടെ സന്തോഷകരമായ കടമയാണ്. അനുനിമിഷവും അനുഗ്രഹം ചൊരിയുന്ന സർവശക്തൻ സ്തുതിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അൽഹംദുലില്ലാഹ്. 1983 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം ഇന്ന് തിരൂർ സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് എന്ന കാര്യം ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 4D ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്ന സൈക്കിൾ ഇപ്പോൾ വേദിയിലൂടെ വിതരണം ചെയ്യുന്നു. രണ്ടാം സമ്മാനം 4C-യിലെ അമ്മാർ LRS 226 പേര് നിർദ്ദേശിച്ച് 4 മിനിറ്റ് കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. 2A-യിലെ അടുത്തത് കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു 1C. രണ്ടാം റാങ്ക് നമ്മുടെ വിദ്യാലയത്തിലെ അസീം അലി. 1B മിസ്ബ എം. മിസ്ബ എം 5ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള മിസ്ബ എം ഇപ്പോൾ വേദിയിൽ. 5ാം റാങ്ക് മറ്റൊരു കുട്ടി കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട്. അർവ മെഹർ. നാഷണൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയത്തിന്റെ മിടുക്കിയായിട്ടുള്ള 1D-യിലെ അർവ മെഹർ. അടുത്ത 6ാം റാങ്ക് 5 കുട്ടികളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആഗ്നേയ സി. 1C-യിലെ ആഗ്നേയ സി 6ാം റാങ്ക്. B-യിലെ ഐറ ഫാത്തിമ അൽഹാൻ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഐറ ഫാത്തിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്ത സൽമാൻ കാക്കും വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ടാണ് പാടാൻ പോകുന്നത്.
എന്റെ കൂടെ പാടോ ഞാൻ അങ്ങോട്ടേക്ക് വന്നാല്? പാടില്ലേ? പോവാം. ചിന്തിയ കഠിനമല്ല പെണ്ണുള്ളുപ്പിത പന്തിയിലരികരം പരിശുദ്ധ പൊഴിവത് പന്തിയിലരികരം പരിശുദ്ധ പൊഴിവത് നഗരം വിട്ടാരണിയിലായി ഇബ്നുൽ വാലിദ് നഗരം വിട്ടാരണിയിലായി ഇബ്നുൽ വാലിദ് വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹബരും വേഗത്തിൽ തുള്ളുതിര വീണക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹബരും വേഗത്തിൽ തുള്ളുതിര വീണക്കുമ്പോതിൽ ஒப்பேயில்லாத உயர்குலை பெற்றவளை வளஞ்சுழி தேடிக்கின்ற வாக்கிய நதியை நலஞ்சடித்து தொங்குகின்ற நாணய நாணயமே. மீடியா நியூஸ், തിരൂർ.